നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അഴിമതിക്ക് വിലങ്ങിടാൻ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ നിലപാട് കടുപ്പിച്ച് വിജിലൻസ്. ബാബുവിന് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ നിക്ഷേപ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന് ജേക്കബ് തോമസിന്റെ കത്ത്. നടപടി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിന്റെ പശ്ചാത്തലം. അതിനിടെ മുൻ മന്ത്രി കെ ബാബുവിന്റെ PA നന്ദകുമാറിനെ വിളിച്ചുവരുത്തി വിജിലൻസ് ചോദ്യം ചെയ്യൽ. UDF സർക്കാരിന്റെ കാലത്ത് നന്ദകുമാർ തുടങ്ങിയ പണമിടപാട് സ്ഥാപനത്തിൽ ബാബുവിന് നിക്ഷേപമുണ്ടെന്ന സൂചനയെ തുടർന്നാണ് നടപടി. ചെയർമാൻ ചൂടിലാണ്. VSന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിൽ വീണ്ടും അവ്യക്തത. ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാത്തത് എന്തെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യം പറയേണ്ടത് നിയമിച്ചവരെന്ന് VS അച്യുതാനന്ദൻ. പ്രസ്താവന ഓഗസ്റ്റ് 18-ന് VS ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റുന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ. അതേസമയം അതൃപ്തിക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലെ തടസ്സവും ഔദ്യോഗിക വസതി നൽകുന്നതിലെ കാലതാമസവുമെന്ന് സൂചന. അതേസമയം ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം VS ഏറ്റെടുത്തെന്ന് കോടിയേരി. ഇപ്പോഴത്തെ പ്രസ്താവന എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇക്കാര്യത്തിൽ വിവാദമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ചർച്ചയുണ്ട്, സമവായമില്ല. അശാന്തി പടരുന്ന കശ്മീരിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വിഘടനവാദികളുമായി ചർച്ച വേണമെന്ന CPM നിലപാടിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച നേതാക്കളോട് മുഖം തിരിച്ചത് മര്യാദക്കേടെന്നും വിമർശനം. സംഘർഷ മേഖലയിൽ പെല്ലറ്റ് തോക്കുകൾക്ക് പകരം മുളകുപൊടി നിറച്ച പവർ ഷെല്ലുകൾ ഉപയോഗിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ നോഡൽ ഓഫീസറെ നിയമിച്ചു. കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതായും രാജ്നാഥ് സിംഗ്. അതേസമയം സർവകക്ഷി സംഘവുമായി ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രി മെഹബൂബയുടെ ക്ഷണം തള്ളി വിഘടനവാദികളുടെ പത്രക്കുറിപ്പ്. കശ്മീരികളുടെ സ്വയം നിർണയാവകാശം നേടിയെടുക്കുന്നതിന് ചർച്ചകൾ ഉപകരിക്കില്ലെന്ന് മറുപടി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ. G20 ഉച്ചകോടിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി. ദക്ഷിണേഷ്യയിൽ ഭീകരവാദം പടർത്തുന്നത് ഒരൊറ്റ രാജ്യം. ഭീകരതയോട് ഇന്ത്യക്കുള്ളത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ സ്വന്തം നയമാക്കി മാറ്റുന്നു. ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും മോദി. 2 ദിവസം നീണ്ട ഉച്ചകോടിക്ക് ശേഷം മോദി ഡൽഹിയിലേക്ക് മടങ്ങി. അതേസമയം ലാവോസിൽ നടക്കുന്ന ASEAN ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബുധനാഴ്ച വീണ്ടും യാത്ര തിരിക്കും. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.